ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് വിധി ദൗർഭാഗ്യകരമെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. നിയമവിദഗ്ധരുമായും പാർട്ടി നേതൃത്വവുമായും KPM മുസ്തഫയുമായും ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വളരെ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. 32 വോട്ടാണ് ലീഗ് സ്ഥാനാർത്ഥിക്ക് ലീഡുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ 300 ചില്ലാനം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാതെ മാറ്റിവെച്ചിരുന്നു. ആ പോസ്റ്റൽ ബാലറ്റുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബാലറ്റല്ല. അന്ന് കോവിഡ് കാലത്ത് കോവിഡ് ബാധിതരായ രോഗികൾ, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ, ഇവരെക്ക് പ്രത്യേകമായി പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുക എന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ വീട്ടിൽ പോയി വോട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ ആ വോട്ടിങ്ങിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. ഉദ്യോഗസ്ഥന്മാർ കവർമേൽ ഒപ്പിടുന്നതിന് വിട്ടുപോയി. വോട്ടറോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ടല്ല ഈ വോട്ട് എണ്ണാതെ മാറ്റിവെക്കപ്പെട്ടത്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയുടെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായും സാമാന്യനീതി അനുസരിച്ച് തന്നെ ആ വോട്ട് എണ്ണാൻ കോടതി തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഈ വോട്ട് എണ്ണുന്ന സന്ദർഭത്തിൽ അന്ന് ഇലക്ഷൻ ഏജൻറ്റുമാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്, അന്നത്തെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അവരായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ, 300-ന് താഴെ ഡിഫറൻസാണ്, മാർജിനാണ് 2 സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്നതെങ്കിൽ ഈ വോട്ട് എണ്ണാം. അവസാനത്തിൽ ഈ വോട്ട് എണ്ണിട്ടതിന് ശേഷം ഫലം തീരുമാനിക്കാം. എന്നാൽ അന്നത്തെ ഇലക്ഷൻ ഒബ്സർവർ ഇടപെട്ടുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തെ റദ്ദാക്കുകയാണ് ഉണ്ടായത്. റിട്ടേണിംഗ് ഓഫീസർ വോട്ട് എണ്ണാം എന്ന് ഉറപ്പ് കൊടുത്തതായി. അപ്പോൾ പ്രാഥമികമായി ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ റിട്ടേണിംഗ് ഓഫീസർ വോട്ട് എണ്ണാൻ വേണ്ടി തയ്യാറായത്. ഒബ്സർവറുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണെന്ന് എണ്ണാൻ കഴിയാതെ പോയത്. വളരെ ന്യായമായ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം 300 ചില്ലാനം വരുന്ന വോട്ടർമാർ വോട്ട് ചെയ്തിട്ട് ആ വോട്ടിൻ്റെ അതിന് ബലം ഉണ്ടാകുന്നില്ല. അവരുടെ കുറ്റം കൊണ്ടല്ല. അവർ ഈ കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോയ ഉദ്യോഗസ്ഥൻ ഒപ്പിടേണ്ട സ്ഥാനത്ത് ബാലറ്റ് പേപ്പറുമേൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള സാങ്കേതികമാണ്. ഈ സാങ്കേതിക കാരണത്താൽ ഒരു ജനാധിപത്യ അവകാശം, ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശം നിഷേധിക്കപ്പെടുക. ആ വോട്ട് ചെയ്തത് ചിലപ്പോൾ മുസ്തഫയ്ക്കാവാം, ചിലപ്പോൾ നജീബിനാവാം. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആ ബാലറ്റ് പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ അത് വളരെ ന്യായമായ ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശമാണ് നിർഭാഗ്യകരമായി കോടതിയുടെ ഈ വിധിയിലൂടെ ഇല്ലാതായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധന്മാരുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും അതുപോലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കും. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.